അതിവേഗ റെയിൽ പദ്ധതിക്കായുള്ള ഓഫീസ് പൊന്നാനിയിൽ തുറന്ന ഇ ശ്രീധരൻ ഭാര്യ രാധ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നു മുതൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കുമെന്ന് ശ്രീധരൻ അറിയിച്ചു. നമ്മൾ ചെയ്യുന്ന 200 കിലോമീറ്റർ സ്പീഡാണ്. 200 മാക്സിമം സ്പീഡും 180 ഓപ്പറേഷൻ സ്പീഡാണ്. അതും ഹൈ സ്പീഡിനാണ്. എനി റെയിൽവേ ലൈൻ with 200 and above speed limit is a high speed railway line. ഇന്നു മുതൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കുമെന്ന് ശ്രീധരൻ അറിയിച്ചു. ഓഫീസ് തുറന്നു. സ്റ്റാഫിനെ വിളിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും എത്തിയിട്ടില്ല. ഇന്നു മുതൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കും. നാട്ടുകാർക്ക് ഉപദ്രവമില്ലാതെയായിരിക്കും എന്തും ചെയ്യുന്നത്. വേഗം പണി തീർക്കാനുള്ള കാര്യങ്ങളും DPRന്റെ കാര്യങ്ങളും സ്റ്റാഫിന് പറഞ്ഞു കൊടുക്കും. ഏപ്രിലോടെ ഫീൽഡ് വർക്ക് ആരംഭിച്ച് ജൂൺ 1 പൂർത്തിയാക്കണമെന്നാണ് ആഗ്രഹം. അതിനുള്ള ഏജൻസിയും തീരുമാനിക്കും. ഏതൊക്കെ സ്റ്റേഷനാണ് വേണ്ടതെന്ന് തീർച്ചയാക്കി കഴിഞ്ഞു. അത് എലിവേറ്റഡ് ആണോ അണ്ടർഗ്രൗണ്ട് ആണോ എന്നത് നിശ്ചയിക്കും. സ്റ്റേഷൻ ടു സ്റ്റേഷൻ പ്ലാൻ ഉണ്ടാക്കും. നാട്ടുകാരെ കയ്യിലെടുക്കണം. അവരുടെ വിശ്വാസം നേടണം. മാനുവലായാണ് സർവേ നടത്തുക. മഞ്ഞക്കുറ്റികൾ തൽക്കാലം ഇടില്ല. ഭൂമി ഏറ്റെടുക്കലിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കും. 20 മീറ്റർ വീതിയാണ് വേണ്ടത്. ഇ ശ്രീധരൻ വ്യക്തമാക്കി. പദ്ധതിയുടെ വിശദാംശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഫെബ്രുവരി 15 മുതൽ യോഗങ്ങൾ ആരംഭിക്കുമെന്ന് ഇ ശ്രീധരൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ആദ്യ യോഗങ്ങൾ മലപ്പുറത്തായിരിക്കും നടക്കുക. കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കേരളം അതിവേഗ റെയിൽപാത പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസത്തെ ബജറ്റ് പ്രഖ്യാപനത്തിൽ നിരാശയായിരുന്നു ഫലം.